ജയ്പൂരിൽ അംബർ ഫോർട്ടിലേക്കാണ് പോണത്. മിറർ പാലസ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ക്യാറ്റായിരുന്നു, ക്യാറ്റും കയറിയിട്ടാണ് വരുന്നത്. നമ്മൾ പാർട്ട്ണർ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കണ്ടോ, എന്നെ കാണാണ്ടപ്പോൾ വെയിറ്റ് ചെയ്താ കേട്ടോ. അവൻ്റെ വണ്ടി ഗിയർ സൈക്കിളാണ്, ഡബിൾ ഗിയറാണ്. ആ കാരണം ഏത് കയറ്റവും അനായാസം കയറി പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കങ്ങനെ പറ്റുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞാനിവിടെ പെട്ടു. ഹായ്, ഗുഡ് മോർണിംഗ്. ഈ സ്ഥലങ്ങളൊക്കെ സിനിമയിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ള ഒരു ഏരിയയും കൂടെ ആണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ലേക്കിലൊക്കെ മഞ്ഞ് നിൽക്കുന്നുണ്ടോ? എന്തായാലും സൺലൈറ്റ് നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പിങ്ക് കളർ നമുക്ക് ശരിക്കും കിട്ടുന്നുണ്ട്. നൈസ്, അടിപൊളി. ഹായ് 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 ബോലോ, ഹായ് ബോലോ, സേ ഹായ്. Where are you coming from? കേരള ആൻഡ് ശ്രീലങ്ക. ഒരു മലയുടെ മുകളിൽ ഒരു സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയിരിക്കുകയാണ്. ഒരു ഏരിയ ഫുള്ള് വലിയൊരു കൊട്ടാരം തന്നെ പടുത്തുയർത്തിയിട്ടിരിക്കുക കേട്ടോ. ഈ കോട്ടയുടെ മുകളിലേക്ക് നമുക്ക് സാധാരണ നടന്ന് കയറാനും വഴിയുണ്ട്. ആനപ്പുറത്ത് നമ്മൾ ആളുകളെ അവിടെ മുകളിൽ കൊണ്ടാക്കി കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ജീപ്പിലും കൂടെ പോകാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. ജീപ്പിലാവുമ്പോൾ ഒരു ടീമായിട്ട് വരുന്നവർക്കൊക്കെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാനും ജീപ്പിൽ സൗകര്യമുണ്ട്. അപ്പോൾ കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കൊക്കെ മുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പിൽ പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത്യാവശ്യം നടന്ന് കയറാനുള്ളൊരു ദൂരമുണ്ട് മുകളിലേക്ക്. പിന്നെ കോട്ടയുടെ അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ് ഫീയും കാര്യങ്ങളെല്ലാം അത് ഏറ്റവും ടോപ്പിൽ ചെന്നാൽ അവിടെ ഉണ്ട്, കൗണ്ടറുണ്ട്, ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് മേടിച്ചിട്ട് അകത്തേക്ക് കയറാനുള്ളത്. ഇതിന് കുറച്ച് മുന്നായിട്ടുള്ള ഈ സ്റ്റെപ്പുകളും അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അജ്മീർ മുതൽ ജയ്പൂർ വരെ എൻ്റെ കൂടെ യാത്ര ചെയ്ത എൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു സുഗത് ട്രാവൽ ചെയ്ത് വന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. ശ്രീലങ്കയിൽ നിന്ന് നേരെ ശ്രീനഗർ പോയിട്ട് തിരിച്ച് നാട്ടിലേക്കുള്ള ഒരു യാത്ര സൈക്കിൾ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് സുഗതിനെ കണ്ടുമുട്ടിയത്. താഴേന്ന് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നാൽ വലിയൊരു കവാടം കാണാം. ഈ കവാടത്തിൻ്റെ അകത്ത് വിശാലമായ ഒരു ഏരിയ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റും കാര്യങ്ങളെല്ലാം എടുക്കുന്നത് കേട്ടോ. അതിനകത്തേക്ക് കയറാനുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതേപോലെ താഴെ നിന്ന് ആനപ്പുറത്ത് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ സഞ്ചാരികളെ താഴെ നിന്നും ആനപ്പുറത്ത് കയറ്റിയിട്ട് ആനകൾ ഇങ്ങനെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കും. നല്ല രസമാണ് കാണാനുള്ളത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് മുകളിലേക്കാണ് നമുക്ക് കൊട്ടാരത്തിൻ്റെ അകത്തേക്ക്, ഈ കോട്ടയുടെ അകത്തേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ.